ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വരുന്ന റീഡിംഗ് ആണ്. ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ആവശ്യം. ഇവിടെ കഴിഞ്ഞ ദിവസം റീഡിംഗ് എടുത്തതിൽ 1-2 പേർക്ക് അവരുടെ കരിയർ റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടി എന്ന് മെസ്സേജ് ചെയ്തു. ഓക്കെ, അപ്പോൾ കരിയർ റീഡിംഗ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, കരിയർ റീഡിങ്ങും നോക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മാനിഫെസ്റ്റ് ചെയ്യുക. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തെ കാണാം. സാധിച്ചു കിട്ടിയതിൽ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം. കാർഡ് നോക്കട്ടെ. ഇപ്പം നമ്മൾ ഒറക്കിളിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ആണ്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് ഒറക്കിൾ ഡെക്കിലൂടെ നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യത്തെ കാർഡ് എന്താന്ന് നോക്കാം. ലവ്സ് വിങ്സ്. ബേബി സ്റ്റെപ്സ്. celebration, control, tenderness, ephemeral, sweet alice. ആദ്യത്തെ കാർഡ് ലവ്സ് വിങ്സ് എന്നാണ്. പുട്ട് aside ഡിഫറൻസ് ആൻഡ് സോ ടു ദ നെക്സ്റ്റ് ലെവൽ. വ്യത്യാസങ്ങൾ മാറ്റി വെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിൽ വന്നിട്ടുള്ളതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കരിയർ പരമായിട്ട്, എഡ്യൂക്കേഷൻ പരമായിട്ട്, ഫാമിലി പരമായിട്ട് എല്ലാ തരത്തിലും അന്തരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, അന്തരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രണയബന്ധത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരുക, നിങ്ങളിലേക്ക് വരിക എന്നതാണ്. ഡിവൈൻ ഡിവോഷൻ എസൻ. ഈ ഒരു ബന്ധത്തിൽ ദിവ്യത്വമാണ് കാണിക്കുന്നത്, ഭക്തിയാണ് കാണിക്കുന്നത്, ആരോഹണമാണ്, ഉയർച്ചയാണ് കാണിക്കുന്നത്. ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളില്ലേ, ഡിഫറൻസ് ഇല്ലേ, അതിനൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തെ, അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയത്തെയാണ്, അവരുടെ മനസ്സിലുള്ള കാര്യത്തെയാണ് കാണിക്കുന്നത്. അന്തരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ബേബി സ്റ്റെപ്സ്. ടേക്ക് യുവർ ടൈം ആൻഡ് ബിൽഡ് യുവർ ലവ് സ്ലോലി വിത്ത് കെയർ. നിങ്ങളുടെ സമയമെടുത്തിട്ട് ശ്രദ്ധയോടെ പതുക്കെ ഈ ഒരു സ്നേഹത്തെ വളർത്തിയെടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന ഒരു തീരുമാനത്തെയാണ് കാണിക്കുന്നത്. ബേബി സ്റ്റെപ്പ് എന്ന് പറയില്ലേ, പിച്ച് വയ്ക്കുക, അതാണിപ്പോൾ സംഭവിക്കുന്നത്. അവരൊന്നൊന്നായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു ബന്ധത്തിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബസ് നിങ്ങളേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഗ്യാപ്പാണ് അവിടെ ഇല്ലാതാകുന്നത്. ഇവിടെ സ്നേഹത്തെ വളർത്തിയെടുക്കുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും അവരും സെപ്പറേഷനിൽ വന്ന ഒരു നിമിഷം മുതൽ ഇന്നുവരെ അവരിലേക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയെ തിരിച്ചറിയപ്പെടുന്ന നിമിഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടെ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ബേബി സ്റ്റെപ്പ് പോലെയാണ്, ഒന്നൊന്നായിട്ട് തുടങ്ങുകയാണ് എന്നാണ് കാർഡ്സ് പറയുന്നത്. റിലാക്സ്ഡ്, ഡെലിബറേറ്റ്, അവെയർ. ഇവിടെ വിശ്രമത്തെയാണ് കാണിക്കുന്നത്. വിശ്രമമായിരുന്നു, അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നീട് വന്നിട്ടുള്ളൊരു കാര്യമാണ് പ്രസന്നത. നിങ്ങളിലേക്കുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് അവർ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അവരിൽ വന്നിട്ടുള്ള മാറ്റമാണ് പ്രസന്നത. പിന്നെ അവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവബോധം. അവരുടെ മാറ്റങ്ങൾ വന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെലിബ്രേഷൻ, ടേക്കിംഗ് ടൈം ടു അപ്രീഷിയേറ്റ് ദി ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാൻ സമയമെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു സെപ്പറേഷൻ വന്നത് നല്ലൊരു കാര്യത്തിനാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചില കാര്യങ്ങൾ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു അർത്ഥം കൂടിയുണ്ട്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് മാത്രമാണ് നിങ്ങൾ കരുതേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നന്മ തരാനാണ് എന്ന് മാത്രമാണ് അവിടെ കരുതേണ്ടത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. സെലിബ്രേഷൻ്റെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, എന്താണ്? ഹാപ്പി ഡേയ്സ്, പാർട്ടിങ്. സന്തോഷകരമായ ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നത്. ഒരു പാർട്ടി എന്ന പോലെ സെലിബ്രേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. കൺട്രോൾ, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ്. ഇവിടെ പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ എന്നാണ്. അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തി, അവർക്കുണ്ടായ ഫീലിങ്സ്, ആ വികാരങ്ങൾക്ക് അവർ തന്നെയാണ് ഉത്തരവാദി. എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവർ ഏറ്റെടുക്കുകയാണ്. ഞാൻ കാരണമാണ് ഈ സെപ്പറേഷൻ വന്നിട്ടുള്ളത്, ഞാനാണ് തന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്, എല്ലാം ഞാനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അവർ അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാണ്. അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർ തിരിച്ചറിയുന്നു. അവരുടെ മനസ്സിലൂടെ പോകുന്നൊരു കാര്യമാണ്, അവർ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, സ്റ്റെപ്പിംഗ് അപ്പ്, സ്റ്റിയറിംഗ്. സ്റ്റെപ്പിംഗ് അപ്പ്, സ്റ്റിയറിംഗ്. അവർ മുകളിലേക്ക് തന്നെയാണ് കയറി വരുന്നത്. അവർ സ്റ്റിയറിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക്, മുന്നത്തെ കാർഡിൽ പറഞ്ഞിട്ടുണ്ട് ആരോഹണമെന്ന്, ഉയർച്ച. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഉയർച്ച തന്നെയാണ്, തിരിച്ചറിവാണ് കാണിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റാണ് ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതെന്ന് അവരറിയുന്ന നിമിഷത്തെയാണ് പറയുന്നത്. ടെൻഡർനെസ്, ഹാവിങ് എ ജെന്റിൽ സ്പിരിറ്റ് ആൻഡ് ബീയിങ് ഏബിൾ ടു കെയർ ഡീപ്ലി. സൗമ്യമായ മനസ്സും ആഴത്തിൽ കരുതാൻ കഴിവും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ സൗമ്യമായിട്ടാണ്. യൂണിവേഴ്സ് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം എന്തെന്ന് അവരെ പഠിപ്പിച്ചിട്ടുള്ള നിമിഷത്തെയാണ് കാണിക്കുന്നത്. റിയൽ ഡീൽ, ഗുഡ് മാച്ച്. യഥാർത്ഥ കരാർ എന്നും നല്ലൊരു മത്സരം എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രമേൽ സ്ട്രോങ് ആവാൻ പോവാണ്. ഒരു കരാർ എന്ന് പറയില്ലേ, ഇനി അങ്ങോട്ട് ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സിൻ്റെ കരാറാണ്. ഇതെവിടെയും എൻഡായി പോകില്ല, നിങ്ങൾ ഒരുമിച്ച് പോകണം എന്നുള്ള യൂണിവേഴ്സിൻ്റെ കരാറാണ് ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു ബന്ധം സ്ട്രോങ് ആവാണ്. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്നറിയോ? എഫമറൽ എന്നാണ്. ഹാവിങ് എ ബ്രീഫ് അഫെയർ ഓർ റോക്കി റിലേഷൻഷിപ്പ്. ഹ്രസ്വമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു, പെട്ടെന്ന് വന്ന് പോയിട്ടുള്ളൊരു ബന്ധമായിരുന്നു, ദീർഘകാലമൊന്നും നീണ്ടു നിന്നിട്ടില്ല എന്ന് പറയുന്നേ. ഷോർട്ട് ടൈം ഹാവിങ് ഫൺ എങ്കിൽ ഈ ഒരു ബന്ധം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്നിട്ടുള്ളൊരു ബന്ധമാണ്. നിങ്ങൾ സന്തോഷിച്ചിരുന്ന ഒരു ബന്ധമാണ് എന്ന് പറയുകയാണ്. അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സണും തിരിച്ചറിയുന്നത്. വളരെ പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വന്നു, എന്തൊക്കെയോ കാരണം കൊണ്ട് നിങ്ങളും ആ ഒരു സെപ്പറേഷനിലായി. പക്ഷേ നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർക്ക് മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ കാര്യങ്ങളെ അവർ ഓർത്തെടുക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് നോക്കാം. സ്വീറ്റ് അലേഴ്സ്. എംബ്രേസ് ദി അൺനോൺ ആൻഡ് ലെറ്റ് ലവ് ബ്ലൂം ഓൺ ദിസ് ഓൺ.
അജ്ഞാതമായതിനെ സ്വീകരിക്കൂ, സ്നേഹം സ്വയം പൂക്കാനായിട്ട് അനുവദിക്കൂ എന്നാണ്. ഇവിടെ അജ്ഞാതമായത് എന്താണ്? നിങ്ങളാണ്. നിങ്ങളെ അവർ സ്നേഹിക്കാനായിട്ട് തയ്യാറായി എന്നാണ് പറയുന്നത്. ഇവിടെ ആ ഒരു ബന്ധം പൂവണിയാനായിട്ട്, പൂക്കാനായിട്ട് അവരായിട്ട് തന്നെ സ്വയം അനുവദിക്കുന്ന, അവരായിട്ട് തന്നെ കാത്തിരിക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. മിസ്റ്ററി, ബിലീവ്, ലെറ്റ് ഗോ. ഈ ഒരു ബന്ധത്തിൻ്റെ നിഗൂഢത, വിശ്വാസം, പോകട്ടെ എന്നുള്ളൊരു കാര്യം. ഇവിടെ പോകട്ടെ എന്നവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ അവരിലേക്കുള്ളതാണെങ്കിൽ തിരിച്ചു വരട്ടെ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൻ്റെ നിഗൂഢത യൂണിവേഴ്സ് അവരിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്തെന്നറിയില്ല, നിങ്ങളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് അവർ. യൂണിവേഴ്സ് അവരെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് നമ്മൾ ഒരക്കൽ ഡെക്കിലൂടെ നോക്കിയിട്ടുള്ളത്. അവരുടെ മനസ്സ് ഇങ്ങനെയാണ് പറയുന്നത്. ഇന്നത്തെ ദിവസത്തെ എനർജിയാണ്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്ടായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു, വളരെ പെട്ടെന്ന് വന്ന് പോയിട്ടുള്ളൊരു ബന്ധമായിരുന്നു എന്ന് പറയുകയാണ് അല്ലേ? എല്ലാവർക്കും നല്ല ഒത്തിരി പേർക്ക്. ടൈം കാർഡാണ് സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത്. 2 കാർഡ് വന്നിട്ടുണ്ട്. ഇൻ 23 days up to next September, in next May, up to next July. അപ്പോൾ 23 days എന്നുള്ളൊരു കാർഡാണ് അത്രയും അടുത്ത് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ജൂലൈ മാസം, മെയ് മാസം, സെപ്റ്റംബർ മാസം എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡ്സിൽ ഏതൊരു കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ്. ഇവിടെ ടാരോ എന്ന് പറയുന്ന റീഡിങ് ഒത്തിരി പേര് ഇങ്ങനെ കളിയാക്കിയതുപോലെ ഞാൻ വേറൊരു ചാനലിൽ കണ്ടു. ചാനൽ എന്ന് പറയുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ടാരോ മാത്രമല്ല, ഇപ്പോൾ ഹീലിംഗ് ആണെങ്കിലും, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്ന കാര്യത്തെയാണെങ്കിലും, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെയാണെങ്കിലും ഇങ്ങനെ കളിയാക്കുന്ന പോലെ, തമാശ പോലെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ കുറേ കമൻസ് കണ്ടു. ഒത്തിരി പേര് പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ആ ഒരു മാനിഫെസ്റ്റേഷനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് അതൊരു തമാശ മാത്രമായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഈ പറയുന്ന ഈ ചാനൽ ചെയ്യുന്നവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അതല്ലേ കൂടുതൽ ആൾക്കാരും എടുത്ത് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ കണ്ടൻറ്റ് അവരെടുത്ത് ചെയ്തത് മാനിഫെസ്റ്റേഷൻ, അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. തമാശയായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ അവിടെ റിയലൈസേഷൻ വന്നത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. വളരെ സന്തോഷം തോന്നി. സാധിക്കും, ഉറപ്പാണ്. നിംസ് വെറുതെ പറയില്ല കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു എഫേർട്ട് എടുക്കാതെ മാനിഫെസ്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണോ നമുക്ക് നേടിയെടുക്കാനുള്ളത്, ആ ഒരു കാര്യത്തെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് തന്നെ വേണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുറച്ചും കൂടി നമ്മളുടെ എഫേർട്ട് കൂടി വേണം കേട്ടോ. ചുമ്മാ കിട്ടില്ല, അതെടുത്ത് പറയുകയാണ്. അങ്ങനെ വിചാരിച്ച റീഡിങ് കണ്ടിട്ടൊരു കാര്യമില്ല. പിന്നെ ഒത്തിരി ടാരോ റീഡിങ്ങിന് ഇങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കളിയാക്കുന്ന പോലെയൊക്കെ തോന്നി. അത് ഈ ചാനൽ മാത്രമല്ല, വേറെയും ചാനൽസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ പറയട്ടെ, ഒത്തിരി ടാരോ റീഡേഴ്സ് ഉണ്ട്. ഇതൊത്തിരി കാലമായിട്ട് ഉള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണ് ഒത്തിരി പേര് ടാരോ റീഡിംഗ് ഒക്കെ പഠിച്ച് ചെറിയ ചെറിയ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തി തുടങ്ങിയത്. എല്ലാ റീഡേഴ്സും ആത്മാർത്ഥമായി ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി ഫേക്കായിട്ട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം. ഓരോ കാർഡ് നമ്മൾ വായിക്കുന്നതും മറ്റുള്ളവർ വായിക്കുന്നതും കാണുമ്പോൾ നമുക്കറിയാം ആരാണ് സത്യസന്ധമായിട്ട് ചെയ്യുന്നത്, ആരാണ് നെഗറ്റീവായിട്ട് റീച്ചിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതെന്നറിയാം. പക്ഷെ നമുക്കതിൽ ആരും എന്താ പറയുക,
കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. ചുമ്മാ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം പ്രപഞ്ചത്തോട് ചോദിച്ചാൽ കിട്ടുമെന്ന് പറയുന്നു. എന്നോടൊരാൾ ചോദിച്ചേ, നിംസെ പ്രപഞ്ചത്തിൽ ചോദിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നു, റീഡിങ്ങിന് വന്നിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ കിട്ടുക? അത് ശുദ്ധ അസംബന്ധമല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ റീഡിങ് കണ്ടു, വേഗം പോയിട്ട് മുറ്റത്തിറങ്ങി നിന്നിട്ട് പ്രപഞ്ചമേ എനിക്കെല്ലാം തരൂ, ഞാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് തരൂ എന്ന് ചോദിച്ചാൽ എവിടെയാണ് പ്രപഞ്ചം തരിക? അതിന് കുറച്ച് രീതികളുണ്ട്. നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് അടുക്കണം, പ്രപഞ്ചത്തോട് കുറച്ച് അടുക്കണം. എങ്ങനെയാണ് അടുക്കുക? എങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുക? സ്പിരിച്വാലിറ്റി തന്നെയാണ് അവിടെ ഒരു മാർഗം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നമ്മളിലേക്ക് യൂണിവേഴ്സ് എത്തേണ്ടതിൻ്റെ ഒരു എന്താ പറയുക മാർഗം. ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ള വ്യക്തികളെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഹീലിംഗ് ആണ് ആവശ്യം. ആരോടെങ്കിലും ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അതെടുത്ത് മാറ്റുക. തിരിച്ചും അപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്ക് ആരോടെങ്കിലും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ്. ആർക്കെങ്കിലും എന്നോടുണ്ടെങ്കിൽ എനിക്കറിയില്ല, അവരെയും ഹീലാക്കണം എന്ന് പ്രാർത്ഥിക്കാം. ഡൗൺ ടു എർത്ത് ആവണം. നമ്മൾ എല്ലാവരോടും പുഞ്ചിരിക്കാൻ തയ്യാറാവണം. എല്ലാവരോടും സൗമ്യമായിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവണം. നമ്മളായിട്ട് മാറണം. ഇവിടെ നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഞാൻ പറയുന്നു 7 ചക്ര ആക്റ്റീവ് ആവണമെന്നാണ്. എങ്ങനെയാണ് ആക്റ്റീവ് ആവുക? 7 ചക്ര മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്ത് ദിവസവും ചെയ്ത് ശീലിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നമ്മൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിയണം. നമ്മളുടെ ഓരയും യൂണിവേഴ്സും തമ്മിലൊരു കണക്ഷൻ വരണം. അത് എത്ര വേഗം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എന്നിൽ തന്നെയാണ് എൻ്റെ പ്രപഞ്ചത്തെ കാണുന്നത്. ഞാൻ എന്നോട് തന്നെയാണ് എൻ്റെ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത്. നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എഴുതി വയ്ക്കും, യൂണിവേഴ്സിൽ സമർപ്പിച്ചതുപോലെ കരുതും. ഇത് ഞാനും യൂണിവേഴ്സും തമ്മിലുള്ള കരാറാണ്. ഇവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. എനിക്ക് ഞാൻ ചെയ്തിട്ട് സാധിച്ചിട്ടുള്ള കാര്യം മാത്രമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥന നമ്മൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രപഞ്ചത്തോട് മാനിഫെസ്റ്റ് ചെയ്യുക. ഇതിലൊരു തർക്കവുമില്ല. ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായിട്ടും എല്ലാം അറിഞ്ഞ ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ തന്നെയാണ്, ഞാൻ നേടിയെടുത്ത കാര്യങ്ങളാണ് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. ആ ഒരു പ്രയേഴ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഒരുപാട് പേർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഹെൽപ്പായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മൂൺ അഫർമേഷൻ ആണ്. പൗർണമി വ്രതം എടുക്കുക, അഫർമേഷൻ ചെയ്യുക. 3 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാഴ്ച കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം. ആദ്യം ചെന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കരുത്, കിട്ടിയതായിട്ട് സങ്കല്പിക്കരുത്. ചിലർ പറയും ലോട്ടറി എടുത്താൽ കിട്ടുമോ നിംസേ, ചന്ദ്രനിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുമോ? അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണോ നിങ്ങൾ അഫർമേഷൻ എടുക്കുന്നേ, എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ, ആ കാര്യം നിങ്ങളിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ചുമ്മാ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അത്രമേൽ ആഗ്രഹത്തോടു കൂടി ഞാൻ പറയുന്നത് പോലെ മെഡിറ്റേഷൻ ചെയ്ത് ഹീലിംഗ് സംഭവിച്ച്, ഹീലിംഗ് മസ്റ്റാണ് ഇവിടെ, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലേക്ക് ആ പ്രോസസ്സ് വരുള്ളൂ, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുള്ളൂ. തന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുത്ത ഒരു വ്യക്തി, ഇന്ന് ഞാൻ പറയാം, ഞാനും ആളും തമ്മിൽ ഭയങ്കര ബോണ്ടാണ്, ഭയങ്കര സ്നേഹമാണ് എന്നോട്. ഞാൻ ഒന്നും മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ആൾക്ക് വിഷമമാണ്, ആൾ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ എനിക്കും എന്തോ കേട്ടോ. അപ്പോൾ ആൾ ഒരു ദിവസം
പറയണതിന് എനിക്കറിയാം, ഞാൻ അവരോട് പെർമിഷനൊന്നും എടുത്തിട്ടില്ല, എന്നാലും പറയുകയാണ്. ചെറുതായിട്ട് ആളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തായിരുന്നു. ടെമ്പിൾ പോയി വരുന്ന വഴിക്ക് ലോട്ടറി എടുത്തിട്ട് അതൊന്ന് അടിച്ചു കിട്ടുമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. വലിയ എമൗണ്ട് ഒന്നല്ല, ചെറിയൊരു എമൗണ്ട് ആൾ വിചാരിച്ചിരുന്നു. ആൾ അതിനു മുന്നേ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ആൾ ഭയങ്കരമായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് തിരക്കായ കാരണം ഞാൻ മെസ്സേജ് ചെയ്തിട്ടില്ല, ആളും മെസ്സേജ് ചെയ്തിട്ടില്ല. ആളും ബിസിയാണ് ഇപ്പോൾ, ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് പോയി, കിട്ടുന്നില്ല ആളെ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ലോട്ടറി എടുത്തു. എന്നിട്ട് ആൾ മകളോട് പറഞ്ഞു, ഇത് നോക്കിക്കോ, അടിക്കൂ കേട്ടോ. എന്നിട്ട് ഈ സംഭവം കിട്ടി, 2000 റുപ്പീ കിട്ടി. ഇനി എന്നെ റീഡിങ് കണ്ടിട്ട് എൻ്റെ അടുത്ത് എന്താ പറയുക എനിക്കറിയില്ല. എന്നിട്ട് പറയാ, നിംസേ എങ്ങനെയാണ് വിളിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. നിംസേ ഞാൻ ലോട്ടറി എടുത്തു കേട്ടോ, എനിക്ക് കിട്ടി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലുത് തരാണ്ടാവും. നമുക്ക് വരാനുള്ള കാര്യങ്ങൾ വലുതാവും യൂണിവേഴ്സ് തരുന്നത്, വലിയ അബണ്ടൻസ് ആവും തരുന്നത്. അപ്പം നമ്മൾ അത് ചെറുതാക്കി മാറ്റരുത്. എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അന്ന് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചു. ആ വ്യക്തി ഇന്നെൻ്റെ സഹോദരി തുല്യമാണ്. ആൾ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. ഇപ്പോൾ ആൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് ഇപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞ വ്യക്തികളുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ വോയിസ് കേൾക്കാതാവുമ്പോൾ, ഒരു ദിവസം റീഡിങ് ഇല്ലാതാവുമ്പോൾ അപ്പം മെസ്സേജ് ചെയ്യും, ഇന്ന് എന്ത് ചാനൽ കണ്ടില്ലല്ലോ, ഇന്ന് എന്താ മെസ്സേജ് ചെയ്യാത്തതൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇതെൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ദിവസമായിട്ട് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ടെന്ന് പറയുകയാണ്. ഒത്തിരി പേരെ ഡിവൈൻ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ടാരോ റീഡറായി വന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് യൂണിവേഴ്സ് ഒത്തിരി പേര് തന്നിട്ടുള്ളത്. നിംസിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, പേഴ്സണലായിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ റീഡിങ് എടുക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും, നിംസിൻ്റെ വാക്കുകൾ ഒരു ഡിവൈൻ എനർജി ഫീൽ ചെയ്യുന്നു എന്ന്. വളരെ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. എന്നോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അത് എന്നിലെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രപഞ്ചം എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ്, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അധികം നേരം ഞാൻ റീഡിങ് എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് മോർണിംഗ് റീഡിങ് നമ്മൾ ഇടാറുണ്ട്, ബ്രീഫായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള റീഡിങ് ഇടാറുണ്ട്. പക്ഷേ അതെനിക്ക് എടുക്കാനൊന്നും സാധിച്ചില്ല. ഇന്നലെ കുറച്ച് റീഡിങ്സ് ഉണ്ടായിരുന്നു, വോയിസൊക്കെ ക്രാക്കിംഗ് ആയി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഇന്ന് റീഡിങ് എടുത്തിട്ടുള്ളത്. കാരണം ഈവനിങ് പേഴ്സണൽ റീഡിങ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു റെസ്റ്റ് ഇന്നത്തെ ദിവസം എടുത്തു. അതുകൊണ്ട് അധികമായിട്ട് ഇടുന്നില്ല, സംസാരിക്കുന്നില്ല. ഇന്ന് റീഡിങ് ഇട്ടില്ലെങ്കിലേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് വരും, ഇന്ന് റീഡിങ് കണ്ടില്ലല്ലോ നിംസയെ പറഞ്ഞിട്ട്. അതുകൊണ്ട് മാത്രമാണ് ബ്രീഫായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്കായിട്ട് തരാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ, അത് ഓറക്കിൾ ഡെക്കാണ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാർഡ് ഞാൻ എടുക്കാം, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഞാൻ ടാരോ റീഡർ അല്ലേ. കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അതെ, ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ്, നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള അവരുടെ വരവിനെയാണ് ഇവിടെ സ്വാർട്സ് കാർഡ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളിലേക്ക് അവർ ചിന്തിച്ചു വച്ചിരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നു. ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്ററെയാണ് കാണിക്കുന്നത്. സത്യവും നീതിയും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാണ്. ഇവിടെ റിസൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. അവരിലേക്ക് വന്നിട്ടുള്ള കറേജിനെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന, ഡിസിഷൻ എടുത്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാർഡ്സ് പറയുന്നത്. റീഡിങ് നിർത്തട്ടെ, അധികമൊന്നും പറയുന്നില്ല. കാരണം ഒന്ന് കുറച്ച് പേഴ്സണൽ റീഡിങ്സ് ഉണ്ട്. അപ്പോൾ വോയിസ് റെസ്റ്റ് എടുത്തേക്കായിരുന്നു ഇത്രയും നേരം. ഇന്ന് വേറെ റീഡിങ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇനിയാണ് റീഡിങ് എടുക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച്
ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റീഡിങ് നിർത്തട്ടെ. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.